മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് ഞങ്ങളൊരു ഇഫ്താർ പാർട്ടിക്കാട്ടോ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഞങ്ങൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു സലാലയിൽ. ആൻഡ് ഇത്രയും ടൈമിനിടയിൽ വി ഹാവ് നെവർ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ദിസ് സ്പെസിഫിക് റിസോർട്ട്. ഇന്ന് നമ്മൾ അനന്താരയിലാണ് ഇഫ്താർ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ദിവസത്തെ ഫസ്റ്റ് ഡ്യൂട്ടി ആട്ടോ ബെഡൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്യാന്നുള്ളത്. ബിക്കോസ് ബെഡ് ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഇന്നത്തെ ഒരു ചെറിയ ടാസ്ക് കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് ടേബിൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ചില സമയം ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ എന്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു കാര്യങ്ങൾ. ഉറക്കം എണീക്കുന്നത് തന്നെ ലേറ്റ്, വെക്കേഷൻ ടൈം, ഉറങ്ങാനുള്ളൊരു ടൈമായിരുന്നു ആ വെക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വിൻഡോന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു സൺലൈറ്റും പച്ചപ്പും കിച്ചണിൽ നിന്ന് വരുന്ന സൗണ്ടും ആ ഒരു പാത്രങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ എന്തൊരു അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ പ്രവാസികളും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പച്ചപ്പും പിന്നെ ആ ഒരു സൺലൈറ്റ്, മഴയത്തൊരു നല്ല കട്ടൻ. അതൊക്കെ ശരിക്കും ഒരു മിസ്സിങ് ഫാക്ടർ ആട്ടോ ഇവിടെ ഗൾഫ് കൺട്രീസിൽ. ഇന്നത്തെ എൻ്റെ അടുത്ത ടാസ്ക് ഒന്ന് ബാത്റൂം ഷെൽഫ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. ബിക്കോസ് ലാസ്റ്റ് ഡേ നമ്മുടെ വാഷ്റൂമിലെ ഹീറ്റർ ഡാമേജ്ഡ് ആയി. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. സഡൻലി ഹീറ്ററിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത് ഫുള്ളി റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എൻ്റെ മിററും എല്ലാം വെള്ളമൊക്കെ ആയിട്ട് ആകെ അതിൻ്റെ വ്യൂ ഒക്കെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ളി ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. ഇത് വന്നിട്ട് എൻ്റെ കളറിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ എക്സ്ട്രീംലി ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഐറ്റംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ കളർ പ്രൊട്ടക്ഷനാണ്. പിന്നെ നോർമൽ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഷാമ്പുവും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതും അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആട്ടോ. പക്ഷേ ലോറിയലിൻ്റെ കളർ പ്രൊട്ടക്ഷനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ നിങ്ങൾ പറയാം. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഞാൻ ആ റേഞ്ചിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഷാംപൂ, കണ്ടീഷണർ, പിന്നെ അവരുടെ ഒരു സിറം ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ആസിഡിഫയർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. അതും ഭയങ്കര യൂണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഇന്നത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതിടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം ഞാനൊരു കോട്ട് സെറ്റ് സെലക്ട് ചെയ്തു. ഇതങ്ങനെ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ആദ്യം ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അതിനുശേഷം ഞാൻ ലെൻസസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഐ ഹാവ് ചെറിയൊരു പവർ ഉണ്ട്, ഷോർട്ട് സൈറ്റഡ് ആണ്. ഒരു 5-6 വർഷം മുന്നേ വരെ മേക്കപ്പ്, സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. കാരണം മേക്കപ്പ് എന്ന് പറയുമ്പോഴേക്കും കുറേ സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൺസീലർ ഇടുന്നു, കോൺടൂർ ചെയ്യുന്നു, കുറേ സംഭവം, സെറ്റിംഗ് സ്പ്രേ, സെറ്റിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ, അതൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ 1-2 ഐറ്റംസ് നമുക്ക് സ്കിന്നിന് ഏറ്റവും സെറ്റായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസ് മാത്രം മതി മേക്കപ്പ് ചെയ്യാനായിട്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു കളർ കറക്റ്ററാണ്. പിന്നെ അതിൻ്റെ മേളിൽ ഞാനൊരു പൗഡറോ അല്ലെങ്കിൽ പൗഡർ കം ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും. പിന്നെ ഒന്ന് ഐബ്രോസും ലിപ്സ്റ്റിക്കും. ആക്ച്വലി നമ്മൾ ഐബ്രോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഡിഫൈൻഡ് ആയിട്ട് തോന്നും. ലിപ്സ്റ്റിക്കും കൂടി വരുമ്പോഴേക്കും ഫുള്ളി ബാലൻസ്ഡ്. ആ ലിപ്സ്റ്റിക്ക് തന്നെ സ്മഡ് ചെയ്തിട്ടാട്ടോ ഞാനിവിടെ ബ്ലഷായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുള്ള് മെസ്സിയാണ്. അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. ആക്സസറീസിൽ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഒരു വാച്ചും ഒരു ബ്രേസ്ലെറ്റും ഒരു റിങ്ങും ആണ്. ആക്ച്വലി വാച്ച് ഞാൻ എവിടെ പോയാലും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം കേട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പോൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. റോഡ്സ് ഒക്കെ എംപ്റ്റി ആയിരുന്നു ആൻഡ് വി റീച്ച്ഡ് ദ പ്ലേസ്.
ചില സമയങ്ങളിൽ നമുക്കൊരു ബിഗ് വെക്കേഷൻ ഒന്നും ആവശ്യമുണ്ടായിരിക്കില്ല അല്ലെ, ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഈവനിങ് ഇതുപോലത്തെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥലത്തോട്ടൊരു ഡ്രൈവ്, അല്ലെങ്കിൽ പുതിയൊരു ഫുഡ് ട്രൈ ചെയ്യുന്നു ഒരു ഡിഫറെൻറ്റ് പ്ലേസിൽ. അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു എവറി ഡേ ലൈഫിനെ ഭയങ്കര സ്പെഷ്യൽ ആൻഡ് മീനിങ് ഫുൾ ആക്കും അല്ലേ. മേ ബി ഹാപ്പിനെസ് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലും മാത്രമായിരിക്കില്ല, ചെറിയ ചെറിയ മൂമെൻറ്റ്സിലും അതിലൊക്കെ ആയിരിക്കും നമ്മൾ ഹാപ്പിനെസ് ആക്ച്വലി നമുക്ക് ഉണ്ടാവുക. ഈ ഒരു ഫാസ്റ്റിങ്ങിന്റെ ടൈം എന്ന് പറയുമ്പോഴേക്കും ലോകത്ത് എവിടെ ആണെങ്കിലും ആൾക്കാർ എല്ലാവരും ഈ ഒരു ടൈമിൽ ഒരേ കാര്യമായിരിക്കും അല്ലേ ചെയ്യുന്നത്. അതൊരു ഭയങ്കര യൂണിവേഴ്സൽ ആൻഡ് യുണീക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഈ ഒരു ഇഫ്താറിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ സലാലയാണ്. സോ വി ആർ വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഫുഡിൽ ആക്ച്വലി കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള സാലഡ്സ്, പിന്നെ സെൽഫ് മേക്ക് ചെയ്യാൻ പറ്റുന്ന സാലഡ്സ്, അങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഫുഡിൻ്റെ കാര്യം വരുമ്പോഴേക്കും. പിന്നെ ഡ്രസ്സിങ്. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നോമ്പുതുറയുടെ പ്ലാനിങ്ങും ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എത്ര ഫാൻസി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്, എത്ര ഹൈ എൻഡ് ആയിട്ടുള്ള ഫുഡാണെന്ന് പറഞ്ഞാലും നാട്ടിലെ സമൂസ, പരിപ്പ് വട, ആ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ ഇടയിൽ വെച്ച് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗൾഫിൽ മിസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നാടിൻ്റെ കാര്യം പറയുമ്പോൾ ആകെയുള്ളൊരു സമാധാനം ഒരു 3 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിൻ്റെ ദൂരത്താണല്ലോ നാടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ്. ബിക്കോസ് നമുക്കിപ്പോൾ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റും, ഒരു 2 or 3 ഡേയ്സ് കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഡെസേർട്ട്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡിനേലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡെസേർട്ടാണ്. ഞാൻ കൂടുതൽ ഇൻഡൾജ് ചെയ്തതും അതിൽ തന്നെയാണ്. എല്ലാം ഒന്നിനോടൊന്ന് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡെല്ലാം. നോമ്പുതുറയുടെ ഐറ്റംസ് ഇതൊക്കെയായിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇഫ്താറിന് വേണ്ടിയിട്ട് ടേബിൾസ് ഇൻഡോറിലും ഔട്ട്ഡോറിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേബിൾസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന പ്ലേറ്റ്സും കട്ട്ലറീസും എല്ലാം. പിന്നെ ഔട്ട്ഡോറിൽ വരുമ്പോഴേക്കും ഗ്രിൽ ഓപ്ഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ നോമ്പുതുറ എന്ന് പറയുമ്പോഴേക്കും എന്തൊരു ഡിഫറെൻ്റ് ആയിരുന്നല്ലേ. ഡിഫറെൻറ്റും ഭയങ്കര സ്പെഷ്യലും ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയങ്ങളിൽ വീട്ടിൽ ഫുള്ള് ബിസി ആവുന്നു എല്ലാവരും. കുറച്ച് പേര് ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുന്നു, ടേബിളിൽ അറേഞ്ച് ചെയ്യുന്നു, കുറച്ച് പേര് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട്. സത്യത്തിൽ ആ കാലവും കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇന്ന് ടേബിൾ ഷെയർ ചെയ്തത് നമ്മുടെ കൂടെ ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും ഒരുമിച്ചുള്ള ഒരു ഫാമിലിയാണ്. ഇവിടെ സലാലയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് പരിചയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. സോ നമ്മൾ ഒരുമിച്ചായിരുന്നു നമ്മുടെ ഇഫ്താർ ബ്രേക്ക് ചെയ്യാനിരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ച് നമ്മുടെ നോമ്പൊക്കെ തുറന്നു. എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. മെയിൻ കോഴ്സിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചിക്കനിലും ബീഫിലും മട്ടനിലും ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷും ഉണ്ടായിരുന്നു, ഗ്രിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഡെസേർട്ടായിരുന്നു. എല്ലാം ഒന്നിനോടൊന്ന് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് കുറച്ച് കുറച്ച് കഴിച്ചിട്ട് നമ്മുടെ വയറൊക്കെ ഫുള്ളായി. ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല അല്ലേ ഫുഡ്. പൈസ അല്ലെങ്കിൽ ഫെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്തോറും ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള തോട്ടായിരിക്കും. പക്ഷേ ഫുഡ് ഒരു കാര്യം മതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. സോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ബാക്ക്ഗ്രൗണ്ടും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു ഇവിടെ. റമദാൻ്റെ ക്രസൻറ്റും സ്റ്റാറും ഒക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു.
നിങ്ങൾ ഇവിടം വരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് എ ലോട്ട്, ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും റമദാൻ മുബാരക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ടുള്ള ഒരു ബെൽ ബട്ടനും ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് യു ഗെറ്റ് നോട്ടിഫൈഡ് എവറി ടൈം ഐ അപ്ലോഡ് എ വീഡിയോ. പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ തോട്ട്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.